ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനാരായണൻ വരികയാണ് കേട്ടോ. ആ സമയത്ത് പത്മ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. പക്ഷേ പത്മത്തിൻ്റെ മുഖത്തൊന്നും നോക്കാതെ വേഗം തന്നെ അകത്തേക്ക് ചെല്ലുകയാണ്. ശ്രീകാന്തേ എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദീപ്തി വരും. ശ്രീകാന്ത് എവിടെ? മുകളിലുണ്ട്, വേഗം പോയി വിളിക്കുകയെന്ന് പറയുകയാണ്. അങ്ങനെ ദീപ്തി ശ്രീകാന്തിനെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വർഷം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീയേട്ട, ദേ അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛൻ ശ്രീയേട്ടനെ അന്വേഷിക്കുന്നുണ്ടല്ലോ, നല്ല ചൂടിലാണ് വന്നിട്ടുള്ളത്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ കാര്യം മനസ്സിലാവണം. ശ്രീകാന്ത് എന്നാലും താഴത്തേക്ക് വേഗം തന്നെ വന്നിട്ട് അച്ഛൻ വന്നു, അച്ഛൻ വരുന്ന കാര്യം പറയായിരുന്നെങ്കിൽ ഞാൻ വണ്ടിയും കൊണ്ട് വന്നേനില്ലേ, എന്തിനാ അച്ഛൻ ഒറ്റയ്ക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശങ്കരനാരായണൻ പറയുകയാണെങ്കിൽ ഞാനില്ലാത്ത തക്കം നോക്കിയിട്ട് നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും അതുപോലെ പത്മൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ, എന്താണ് വിചാരിച്ചിട്ട്. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, എനിക്കറിയാം നീ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒക്കെ പിന്നിൽ ആരാണിതൊക്കെ എരികയറ്റി വിടുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കാം, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ട് എനിക്ക് നാണക്കേട് ഉണ്ടാക്കിയിരിക്കരുത്. കോടതിയിൽ മറ്റുള്ളിടത്തൊക്കെ എന്താ സംസാരം എന്ന് എനിക്കറിയാലോ. നീ എന്തിനാണ് ആ വിക്രത്തിൻ്റെ ചേട്ടനെ വിശ്വത്തിന് കേസിൽ കുടുക്കിയതെന്ന് ചോദിക്കാൻ കേട്ടോ. അയ്യോ അച്ഛാ, അത് കേസിൽ കുടുക്കിയതല്ല, അത് സത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ നീ എന്തിനാണ് കോടതിയിൽ വെച്ചിട്ട് ആ കേസ് പിൻവലിച്ചത്? അത് പറയടാ, എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അത് ആ വിക്രം വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി, കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഓ അങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആണോ നീ കേസ് പിൻവലിച്ചത്? അതെ അച്ഛാ, നീ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കണം എന്നാണോ നീ പറയണത് എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടൂല്ല കേട്ടോ. നിൻ്റെ അഭിനയമൊക്കെ കൊള്ളാം, പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. കോടതിയിലൊക്കെ ഇപ്പോൾ സംസാരം എന്താണെന്നറിയോ? നീതിപാലകനായ എൻ്റെ മകൻ കള്ളക്കേസ് കൊടുത്ത് ആൾക്കാരെ കൊടുക്കാൻ നോക്കിയെന്ന്, എന്നിട്ട് കോടതിയുടെ കയ്യിൽ നിന്ന് ശിക്ഷയും വാങ്ങി വന്ന് നിൽക്കുന്നു, നാണോ ഇല്ലാത്തവൻ എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ വേദ അവളുടെ ഇഷ്ടത്തിനാണ് ഇവിടുന്ന് പോയത്, ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല. ഞാൻ ആകെ ഒരേ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഈ നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടാണ് ആകെ ജീവിച്ചത്. ഒരു കാലത്ത് വേദ ഇറങ്ങിപ്പോവാൻ വേദയുടെ കഴുത്തിൽ ആ താലി കെട്ടി അന്നത്തെ ദിവസം അന്ന് മാത്രം എനിക്കൊരു തെറ്റ് പറ്റി. അതിന് വേണ്ടിയിട്ട് ഞാനും പത്മവും അമ്പലങ്ങളൊക്കെ കയറിറങ്ങി മാപ്പ് ചോദിച്ചു. അത് വിക്രത്തിനെ അന്ന് കൊല്ലാനായിട്ട് ആളെ ഏർപ്പാടാക്കിയ കാര്യമാണ് ശങ്കരനാരായണൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും നീതിക്കും ന്യായത്തിനും വേണ്ടി തന്നെ ജീവിക്കണം. നീ ഒരിക്കൽ വിക്രത്തിനെ കൊല്ലാനായിട്ട് ആളെ ഏൽപ്പിച്ചു എന്ന് വേദ ഇവിടെ വന്ന് പറഞ്ഞു. അന്ന് ഞാനത് വിശ്വസിച്ചില്ല. അതിനു മുമ്പ് നീ കുറേ കാര്യങ്ങൾ അവരുടെ ഇടയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് വേദ തിരിച്ചു വരാനായിട്ട്. അതൊക്കെ നീ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സ്വത്തുക്കളൊക്കെ കണ്ടിട്ടാണ് നീ ഈ കളിയൊക്കെ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ ആർക്ക് വേണം, ആർക്ക് കൊടുക്കണം, എത്ര വീതം കൊടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുന്നത് പോലെ ആ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. നീയും ചില ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാമെന്ന് വർഷനെ നോക്കിയിട്ട് പറയുകയാണെ. ഇനിയെങ്കിലും എൻ്റെ ഒരു നല്ല നീതിമാനായിട്ട് ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കണം, അല്ലെങ്കിൽ പെങ്ങൾ പോയ വഴി കൂടെ തന്നെ ആങ്ങളെയും കൂടെ പോകേണ്ടി വരുന്നവരായിട്ട് ശങ്കരനാരായണൻ പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് പറയും, ശങ്കരൻ പറഞ്ഞത് നീ കേട്ടല്ലോ, നീയും നിൻ്റെ ഭാര്യയുടെ അച്ഛനും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്നത്, വെറുതെ എന്തിനാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത്, ഇനിയെങ്കിലും അവരെ ജീവിക്കാൻ അനുവദിക്കാൻ വിടാൻ പറഞ്ഞിട്ട് മുത്തശ്ശി പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് രാത്രിയായപ്പോൾ വേദ വിക്രത്തിൻ്റെ മുറിയിലേക്ക് വരികയാണ്. ആ സമയത്ത് വിക്രം തലേണയൊക്കെ കുടയാണ് കേട്ടോ. കിടക്കിലെ വിരിയൊക്കെ കുടയുമ്പോൾ വേദ വന്നിട്ട് ഒരു തവണ ഇതൊക്കെ കുടഞ്ഞതാണ്, പിന്നെയും കുടയണോ, വെറുതെ എന്തിനാ ഇതിൽ തന്നെ താമസിക്കണം ഇങ്ങനെ വാശി പിടിക്കുന്നത്, അവിടെ അകത്ത് വന്ന് കിടന്നൂടെ എന്ന് ചോദിക്കും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, ഇതിപ്പോൾ എൻ്റെ വിധിയും ഇതിൽ തന്നെ ജീവിക്കാനായിരിക്കും, നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് കിടക്കാൻ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല, പറഞ്ഞില്ല, എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയട്ടോ. നീ എന്താ ആഗ്രഹിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷയം മാറ്റും കേട്ടോ. അപ്പോൾ അതിനുശേഷം വേദ ചോദിക്കുകയാണ്, വേദമല്ല വിക്രം പറ, അതെ ഞാൻ ആകെ ടയേർഡായിട്ട് വന്ന് ഇരിക്കുക, എനിക്കൊരു അല്പം നേരം ഉറങ്ങണം, ഒന്ന് പോയി തരും. പോകാം, അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, എന്ന് മുതലാണ് എന്നോട് ഈ പ്രേമം തുടങ്ങിയതെന്ന് പറയട്ടോ. എന്ന് മുതലാണ് എന്നോട് ഇഷ്ടം തുടങ്ങിയത്? അപ്പോൾ വിക്രം അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിരലൊക്കെ കടിച്ച് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ എന്താണ് വിക്രം പറയുന്നതെന്ന് ആലോചിച്ച് ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വിക്രം നാണത്തോട് കൂടിയിട്ട് വേദനെ നോക്കി, വേദ നാണത്തോടും ഇഷ്ടത്തോടും കൂടിയിട്ട് വിക്രത്തിനെ നോക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മാക്രി തവള, ബുദ്ധിയില്ലാത്തോള്, കഴുത,
ഉരുളക്കിഴങ്ങ് മുറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ. ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ വിവരദോഷി എന്നെങ്കിലും വിളിക്കായിരുന്നു എന്ന് പറയട്ടോ. വിക്രമാദിത്യ എന്ന് പറയട്ടെ. അതെ, വിക്രമാദിത്യൻ തന്നെ. നീ എന്തൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്? നിന്നോട് ആർക്ക് പ്രേമം തുടങ്ങി, എപ്പോൾ പ്രേമം തുടങ്ങിയെന്ന് ചോദിക്കട്ടോ. അല്ല, അത് പിന്നെ ഞാൻ ചോദിച്ചത് എനിക്കൊരാളോടും പ്രേമം തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ശ്രീയേട്ടൻ വിശ്വേട്ടനെതിരെ കേസ് കൊടുത്തപ്പോൾ അവർ വന്ന് പറഞ്ഞതല്ലേ ഒരു ഡിമാൻഡ് എന്ന് ചോദിക്കാൻ കേട്ടോ. ആ ഡിമാൻഡ് എന്താ അംഗീകരിക്കാൻ ഞാൻ ചോദിക്കും. എന്നെ തിരിച്ച് പറഞ്ഞയക്കായിരുന്നെങ്കിൽ വിശ്വേട്ടൻ ഈ കേസിൽ നിന്ന് ഊരായിരുന്നില്ലേ? അങ്ങനെ ഒരു ഡിമാൻഡ് അവർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഡിമാൻഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ അങ്ങനെ പറഞ്ഞയക്കാൻ? നിന്നെ അപ്പം പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഞാൻ ഈ കേസിൽ തോറ്റുപോയിന്ന്. ഞാൻ കേസ് തോറ്റു പോകാനായിട്ട് എനിക്ക് സമ്മതമല്ല. അവർ വിചാരിക്കും ഞാൻ തോറ്റു തൊപ്പിയിട്ടിട്ട് അങ്ങനെ നിന്നെ പറഞ്ഞയച്ചിട്ട് വിശ്വേട്ടനെ കേസിൽ നിന്ന് ഊരിയെന്ന്. അതിപ്പോൾ തൽക്കാലം അങ്ങനെ വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പറഞ്ഞയക്കാഞ്ഞത്, അല്ലാണ്ട് എനിക്ക് നിന്നോട് പ്രേമൊന്നും തോന്നിയിട്ടല്ല എന്ന് പറയട്ടോ. ശരി എന്ന് പറയട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിക്രം പറയും ഇനിയെങ്കിലും ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കും. പോകാം. അതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. അന്ന് കോടതിയിൽ കേസ് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളും ശ്രീയേട്ടനും തമ്മിൽ എന്തോ ഒരു സംസാരം ഉണ്ടായല്ലോ, അതെന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രീയേട്ടൻ ആ കേസ് പിൻവലിച്ചത് എൻ്റെ വാദത്തിൻ്റെ പേരിലല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തിൻ്റെ പേരിലാണ് ഈ കേസിൽ നിന്ന് ശ്രീയേട്ടൻ പിന്മാറിയത്. അതെന്താണെന്ന് എനിക്കറിയണമെന്ന് പറയണേ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് വേദ ശങ്കരനാരായണൻ കേസ് വാദിച്ചിട്ടാണ് ശ്രീകാന്ത് തോറ്റതെന്നാണ്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയും അപ്പോൾ അതല്ല കാരണം, അതല്ലാതെ ഒരു കാരണം കൊണ്ടാണ് ശ്രീയേട്ടൻ കേസ് പിൻവലിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വിക്രം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണേ. വിക്രം വേദ പോയതിന് ശേഷം ഇങ്ങനെ തല പൊന്തിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ വേദ അവിടെ വരെ പോയ ആളല്ല, പോടാ മാരാമാക്രി തവളെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുകൾ വിളിക്കുകയാണ് കേട്ടോ. വിക്രമാദിത്യൻ, വിക്രു, മരപ്പോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേനും വിക്രം ഇങ്ങനെ ചാടി എഴുന്നേക്കാണ്. എടി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റിട്ട് ഓടിക്കാൻ ചെല്ലാണ് കേട്ടോ. അപ്പോഴേക്കും വേദ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടും കേട്ടോ. വിക്രം എന്ന് വെച്ചാൽ അതൊക്കെ എൻജോയ് ചെയ്യാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഇങ്ങനെ വേദനയെക്കുറിച്ച് ആലോചിച്ച് ചിരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കുഞ്ഞിന് ഉറക്കാണ്. അപ്പോൾ കുഞ്ഞിന് ഉറക്കണ സമയത്ത് അവിടേക്ക് ശ്രീകാന്ത് വന്നിട്ട് കുഞ്ഞ് ഉറങ്ങുമോ എന്ന് ചോദിക്കുക. അതേ ഉറങ്ങാറായി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയും. അപ്പോൾ അത് അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട് അല്ല, നിങ്ങളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ പറയുന്നത് ഞാൻ ഇളക്കി വിട്ടിട്ടാണ് നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതെന്നാണ്. അപ്പോൾ അത് ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, അതൊന്നും നീ കാര്യമാക്കണം, നീ അത് വിട്ടേക്ക്. അപ്പോൾ വർഷ പറയുന്നുണ്ട് അതങ്ങനെ വിടാനായിട്ട് ദേഷ്യത്തിന് പറഞ്ഞാണെന്നൊന്നും തോന്നുന്നില്ല. നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? എന്തോ ഒരു പ്ലാൻ ഉണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും എൻ്റെ അച്ഛൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും പ്ലാനൊന്നും, എൻ്റെ അച്ഛൻ്റെയും നിങ്ങളുടെയും പ്ലാനൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് വർഷ പറയും. ഞങ്ങളുടെ പ്ലാൻ നടക്കണമെന്നുണ്ടെങ്കിലേ നിൻ്റെ ആങ്ങളെയും കൂടെ വിചാരിക്കണം. അവൻ ഇപ്പോഴും വിക്രത്തിനും വേദനയും നന്നാക്കാൻ നടക്കല്ലേ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നടക്കല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ വർഷ പറയാണ് ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇതിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ എത്തിച്ചേരുന്ന അറിയില്ലല്ലോ. പക്ഷെ അതൊന്നും അല്ല എൻ്റെ ചോദ്യം. നിങ്ങൾ എന്തിനാണ് കേസ് പിൻവലിച്ചത്? വേദ കേസ് വാദിച്ചതുകൊണ്ടൊന്നുമല്ല, ആ വിക്രം വന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, ആ ശ്രീനി സാറിൻ്റെ ആൾക്കാരായിട്ട് വന്നിട്ട് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേസ് പിൻവലിച്ചത്. അപ്പോൾ വർഷ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ്, എനിക്ക് മനസ്സിലായി. കാരണം ശ്രീനി സാറുമായിട്ട് വിക്രത്തിനുള്ള കൂട്ട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പേടിക്കുന്ന ആളല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്ത് എന്ന് ചോദിക്കും കേട്ടോ ശ്രീകാന്ത്. അല്ല, വിക്രം എന്തോ ഒരു ഫ്ലാറ്റിൻ്റെ കാര്യമോ അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ, അതെന്താണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ആകെ ഞെട്ടാണ് കേട്ടോ. ശ്രീകാന്ത് പറയും അങ്ങനെയൊന്നുമില്ല എന്ന് പറയട്ടോ. എനിക്കറിയാം എന്തോ ഒരു രഹസ്യമുണ്ട് ഇതിൻ്റെ പിന്നിലെന്ന്. അപ്പോഴേക്കും ശ്രീകാന്ത് ദേഷ്യമായിട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. എന്താ പറയുക, കാലത്ത് അച്ഛൻ്റെ വക ഇപ്പോൾ നിൻ്റെ വക ശല്യം എന്ന് പറഞ്ഞിട്ടൊരൊറ്റ പോക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ വിശ്വൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രീജ അവിടെയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വിശ്വട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, 9 മണിയായാലും ജോലിക്കൊന്നും പോകുന്നില്ലേന്ന് വിനായകൻ ചോദിക്കും കേട്ടോ. അപ്പോൾ വിശ്വൻ നോക്കുമ്പോൾ അയ്യോ സോറി, ഞാനത് മറന്നുപോയി, വിശ്വേട്ടൻ ഇപ്പോൾ ജോലി ഇല്ലല്ലേ എന്ന് പറയും കേട്ടോ. നീ അത് മറന്നു പോയിട്ടൊന്നുമല്ല, നീ അവനെ കുത്താൻ കിട്ടിയ അവസരം മുതലാക്കിയതാണെന്ന് മാഷ് പറയും കേട്ടോ. അപ്പോൾ അയ്യോ അച്ഛ അങ്ങനെയൊന്നുമില്ല എന്ന് പറയും കേട്ടോ. ഞാൻ വേണമെങ്കിൽ വേറൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറയും വിനായകൻ. അപ്പോൾ കമലാമ്മ എന്ന് പറഞ്ഞു വേണ്ട നീ ഇപ്പോഴത്തെ ചെയ്തോടത്തോളം മതി എന്ന് പറയും. അപ്പോൾ നന്ദിനി വന്നിട്ട് പറയും അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്, നിങ്ങളിപ്പോൾ എല്ലാവരും വിനേട്ടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതെ, കുറ്റപ്പെടുത്തുന്നതൊന്നുമില്ല, ഇത് ഞാൻ മറ്റുള്ളവരെ വാക്ക് കേട്ട് പറയുന്നതല്ല, ഞാനേ എൻ്റെ കാര്യം തന്നെ പറഞ്ഞതാണെന്ന് പറയട്ടോ. അപ്പോൾ അല്ല, വിശ്വേട്ടന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്തതെന്ന്. അവരുടെ കമ്പനിയാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനതിന് വിശ്വേട്ടൻ്റെ കാൽ പിടിച്ച് മാപ്പ് പറഞ്ഞല്ലോ എന്നൊക്കെ വിനായകൻ പറയുകയാണേ. അപ്പോഴേക്കും നമ്മുടെ വിക്രം വേദയും കൂടിയിട്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, വിനായക, എനിക്ക് നിന്നോട് ഒരു പരാതിയില്ല, ദേഷ്യമില്ല, എന്തായാലും ആ കാര്യത്തിൽ എന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയും. അപ്പോൾ വേദ പറയും, അല്ല, ഇത് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, വിശ്വേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കണം എന്തിനാ, വേറൊരു ജോലി കണ്ടുപിടിച്ച് ജോലിക്ക് പോകണം എന്ന് പറയും. അപ്പം വിനായകൻ പറയും, അത് തന്നെയാണ് ഞാനും പറയുന്നത് എന്ന്. അപ്പം നമ്മളെ നന്ദിനി വന്നിട്ട് പറയുകയാണേ, അതെ, എന്തെങ്കിലും അങ്ങനെ ജോലിക്ക് പോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറയും, പുളിക്കൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. അയ്യേ, സപ്ലയർ ആയിട്ടോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ശ്രീജ ചോദിക്കും, എന്തേ സപ്ലയറായിട്ട് ജോലി ചെയ്താൽ സപ്ലയർക്ക് എന്താ മോശം ഉണ്ടോ, എന്തായാലും കമ്മീഷൻ മേടിച്ച് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് പറയട്ടോ. ആഹാ, അത് കമ്മീഷൻ എന്നല്ല പറയാം, അതിൻ്റെ ശമ്പളം തന്നെയാണ് പറയാന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം വരുന്നുണ്ട്. അതിനുശേഷം നന്ദിനി പറയും, ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാലും ഈ വിശ്വേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആൾക്കാരെ മനസ്സിലുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ അങ്ങനെ കുത്തി എന്തെങ്കിലും വേദനിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ പറയും കേട്ടോ, വിശ്വനെ വേദനിപ്പിക്കും. അപ്പോൾ കമല പറഞ്ഞു, നീ ഒന്നും മിണ്ടാണ്ട് പോയ നന്ദിനി എന്ന് പറയും. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അതെ, കാഞ്ഞിരക്കായത്തിൻ്റെ കുരു എത്ര കാലം പാലിലിട്ടാലും അതെ കഴിച്ച് തന്നെ ഇരിക്കുള്ളൂ, നീ അത് കാര്യമാക്കണ്ട കമലെന്ന് നന്ദിനി നോക്കിയിട്ട് പറയേ. അപ്പോൾ വേദ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാൻ നോക്ക് വിശ്വം, വെറുതെ എങ്ങനെ ഇരിക്കേണ്ടെന്ന് പറയും. അപ്പോൾ ഹോട്ടലിൻ്റെ കാര്യം വിക്രം പറയാണ് കേട്ടോ, അവിടെ കേഷ്യറായിട്ടാണ് ജോലി, ഞാൻ പറഞ്ഞ കേൾക്കും, ഞാൻ വിശ്വേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ സമ്മതമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, കാശിൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ വിശ്വത്തിനൊരു വിഷമം. അപ്പോൾ നമ്മളെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വിശ്വേട്ടൻ പറയും, ഞാനിപ്പോൾ തന്നെ അവരെ വിളിച്ച് പറയാം, വിശ്വേട്ടന് കേഷ്യറായിട്ട് അവിടെ ജോലിക്ക് പോകാം. അപ്പോൾ വിശ്വം പറയുന്നു, വേണ്ട എന്ന് പറയും. അപ്പോൾ എല്ലാവരും എന്താവുമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, വിശ്വമല്ല കമലാൻ പറയും, എല്ലാം മോനെ കാശ് സംബന്ധമായിട്ടുള്ളൊരു ജോലി തന്നെ കിട്ടുകയാണെങ്കിൽ നിന്നെ ആൾക്കാർ വിശ്വസിച്ചോളും, നിന്നെ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ജോലി ഏൽപ്പിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിക്കോളും എന്ന് പറയും. അപ്പോൾ വിശ്വം പറഞ്ഞു, വേണ്ട അമ്മേ, വേണ്ട, എനിക്ക് ഈ ജോലി വേണ്ട, കാശ് സംബന്ധമായിട്ടുള്ളൊരു ജോലിയും എനിക്ക് വേണ്ട, കാശെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പേടിയാണ് അമ്മേ, അതെന്തായാലും വേണ്ടാന്ന് പറയാം കേട്ടോ. അപ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ അത് വേണ്ടാന്ന് പറയുന്നത്, കാശെന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് അച്ഛാ, ഇനി അത് അങ്ങനെ ഒരു ജോലി എനിക്ക് വേണ്ട, പിന്നെ എന്തെങ്കിലും ജോലിക്ക് ഞാൻ പോകാം, അത് വേണമെങ്കിൽ ഹോട്ടലിൽ തന്നെ സപ്ലയറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയായിട്ടോ എനിക്ക് കിട്ടിയാൽ ഞാൻ പൊക്കോണ്ട്, എന്നാലും കാശിൻ്റെ ഒരു ജോലി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വിശ്വൻ അവിടെ നിന്ന് പോവുകയാണേ. അതിന് ശേഷം വിനായകൻ്റെ അടുത്ത് വന്ന് എല്ലാവരും പോകും. അപ്പോൾ വിനായകൻ്റെ അടുത്ത് നന്ദിനി വന്നിട്ട് പറയും, അതെ, നിങ്ങളുടെ അച്ഛൻ ഒരു കായയുടെ കാര്യം പറഞ്ഞല്ലോ, അതെന്ത് കായ, അതെ കാഞ്ഞിരക്കായ, അതെന്ത് കായാന്ന് ചോദിച്ചിട്ട്, അതെ, എത്ര കാലം പാലിലിട്ട് വെച്ചാൽ കഴിച്ച് തന്നെ ഇരിക്കുള്ളൂ. ഓഹോ, അപ്പം ഞാൻ ഇവിടുത്തെ വിവരദോഷിയാണെന്നുള്ള രീതിയിലാണല്ലേ അച്ഛൻ സംസാരിച്ചത്, ഏത് കാലത്തും ഞാൻ ഇതേപോലെ തന്നെ ആവും എന്നാണ് അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വെറുതെ അല്ല തന്തയ്ക്ക് ഈ ഗതി വന്നത്. ഏത് ഗതി, അല്ല ഒന്നിനും കൊള്ളാത്ത മൂന്നാണുങ്ങളുടെ തന്തയായില്ലേ ആ ഗതി എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പം വിനായകൻ അതൊരു മോശമായിട്ടുള്ള പോലെ തോന്നിട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. പ്രമോന് നല്ല അടിപൊളി ഭാഗങ്ങളാണ് കാണിക്കുന്നത്. വേദന വിക്രമത്തിന് കുറെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളും വേദന വിക്രം ഓടിക്കുന്ന സമയത്ത് അഗ്നിമാഷയുടെ മുന്നിൽ ചെന്ന് പെടുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.